രാജി കൊടുക്കാനുണ്ടായ സാഹചര്യം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഒരു 33 കുട്ടികളെ ആൻറ്റി റാഗിങ് കമ്മിറ്റി അവരെ സസ്പെൻഡ് ചെയ്തു. കാര്യം അവർ ഹോസ്റ്റലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെയാണ് അറിഞ്ഞത് അവർക്ക് സസ്പെൻഷൻ കൊടുത്തപ്പോൾ, സസ്പെൻഷൻ ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ അവർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഡീനാണ് സസ്പെൻഡ് ചെയ്തത്. ഡീനാണ് ആൻറ്റി റാഗിങ് കമ്മിറ്റിയുടെ മറ്റേ സ്ക്വാഡിൻ്റെ ചെയർമാൻ. കമ്മിറ്റിയുടെയും ചെയർമാൻ ഡീൻ തന്നെയാണ്. അപ്പോൾ ഡീനാണ് ആൻറ്റി റാഗിങ് കമ്മിറ്റിയുടെ സ്ക്വാഡിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ സസ്പെൻഡ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഓർഡറൊന്നും കിട്ടിയിട്ടില്ല, ഓർഡർ കിട്ടാതെ ഞങ്ങളതിനെ ക്ലാസ്സിൽ കയറ്റിയില്ല. അപ്പോൾ നോക്കി അന്വേഷിച്ച് പിടിച്ചപ്പോൾ ഓർഡർ അവർക്ക് കിട്ടിയിട്ടില്ല. കൊടുക്കാതെ ഈ സസ്പെൻഷൻ ഓർഡർ ഇംപ്ലിമെൻ്റ് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇവർ ഫസ്റ്റ് ഇയേഴ്സാണ്. അപ്പോൾ കഥ ചോദിച്ചപ്പോൾ ഇവർ ശരിക്ക് താമസിക്കുന്ന കോളേജിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ കൽപ്പറ്റയിലൊരു ഹോസ്റ്റലിലാണ്. കാര്യം ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അവർ അന്നവിടെ ഹോസ്റ്റലിൽ ഉണ്ടായ കാരണം അന്നവിടെ ഒരു ഹർത്താലായിരുന്നു. ഇവരൊരു സ്പോർട്സ് മീറ്റ് ഉണ്ടായിരുന്നു. സ്പോർട്സ് മീറ്റിന് വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഹർത്താലായപ്പോൾ അവർക്ക് പോകാൻ പറ്റാത്തപ്പോൾ അവരവിടെ തങ്ങേണ്ടി വന്നു. അതാണ് അവർ ചെയ്തിട്ടുള്ള കുറ്റം. അപ്പം ഈ ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ നിയമം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആളുകളെ കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് ഹോസ്റ്റലുണ്ടായിരുന്ന എല്ലാവർക്കും എതിരായിട്ട് ഒരു ശിക്ഷണ നടപടികൾ എടുക്കാമെന്നൊരു ക്ലോസ് ഉണ്ട്. അത് വെച്ചാണ് ആൻറ്റി റാഗിങ് സ്ക്വാഡ് എല്ലാ 90 കുട്ടികളാണെന്നുണ്ടായിരുന്നു. ഹോസ്റ്റലിലുള്ള എല്ലാ ആളുകളുടെയും പേരിൽ അവരെന്നെ 7 ദിവസത്തേക്ക് ക്ലാസ്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, 7 വർക്കിംഗ് ഡേയ്സ്. പിന്നെയാണ് ലിസ്റ്റ് എടുക്കുന്നത്. ലിസ്റ്റ് എടുത്തപ്പോൾ ഈ 30 കുട്ടികൾ, 31 കുട്ടികളും ഫസ്റ്റ് ഇയേഴ്സ് 31 കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അങ്ങനെയാണ് അവർ ഈ കേസിൽ സസ്പെൻഷനാവുന്നത്. പിന്നെയാണ് അവർ അപ്പീൽ തരികയും, അപ്പീൽ എൻ്റെ അടുത്ത് തരാൻ കാര്യം ഈ ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞ BC ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് തന്നത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവർക്ക് ഓർഡർ സെർവ് ചെയ്തിട്ടില്ല, ഇവർ ഫസ്റ്റ് ഇയേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് സാധാരണ രീതിയിൽ ഒരു സീനിയർ സ്റ്റുഡൻ്റാണല്ലോ. സീനിയർ സ്റ്റുഡൻറ്റിനെ റാഗ് ചെയ്യാനുള്ള ഒരു കാരണവുമില്ല, അവർ ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഇന്നസെൻ്റാണ്, ഞങ്ങൾ ഇത് അറിഞ്ഞു തന്നെയല്ലേ, ഞങ്ങൾ കിടപ്പായിരുന്നു, ഞങ്ങൾ ഈ ബഹളമൊന്നും ഞങ്ങൾ കേട്ടില്ല, ഞങ്ങൾ കുറച്ച് അകത്തെ മുറിയിലായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് ഈ ബഹളമൊന്നും ഞങ്ങൾ കേട്ടില്ല, ഞങ്ങളാരും വിളിച്ചുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അവരെന്നെ അതിൽ നിന്ന് എക്സോണറേറ്റ് ചെയ്തത്. അത് 4-ാം തീയതിയാണ് സംഭവിക്കുന്നത്. 4-ാം തീയതി സംഭവിച്ചിട്ട് 7 ദിവസത്തേക്കായിരുന്നു. അപ്പോൾ ഹോളിഡേയ്സ് എല്ലാം കൂടി അത് 13-ന് അങ്ങോട്ട് അവസാനിക്കും. അപ്പോൾ അതിൻ്റെ അവസാനിക്കലെല്ലാം കഴിഞ്ഞ് വരും. 4 ദിവസം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോഴാണ് 4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സോണറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സാങ്കത്യമൊന്നുമില്ല. പക്ഷേ മറ്റേ ഗവർണർ അത് വളരെ തെറ്റായി കാണുകയും ആ ഓർഡർ ക്യാൻസൽ ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആ ഓർഡർ ക്യാൻസൽ ചെയ്തു. ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ തുടരുന്നത് എൻ്റെ ആരോഗ്യത്തിന് അത്ര നന്നാവില്ല എന്ന് തോന്നി. കാര്യം എനിക്ക് ഒരു ഹാർട്ട് പേഷ്യൻ്റൊക്കെയാണ്, ബൈപ്പാസൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സ്ട്രെസ്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇനിയും ഭാവിയിൽ ഇങ്ങനെയുള്ള സ്ട്രെസ്സുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകും എന്നുള്ളൊരു കാരണത്താൽ ഞാൻ രാജി കൊടുത്തു. അത് സ്വീകരിച്ചോ എന്ന് എനിക്കറിയില്ല. രാജി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷൻ നമ്മൾ എന്താണെന്ന് ഇനി അറിയേണ്ടി വരും. കാര്യം എൻ്റെ വീട്ടിലിപ്പോഴും TV ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്ന് ഞാൻ പറയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് അറിയാതെ പറ്റിയത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കളക്റ്റീവായിട്ട് ഈ ആൻറ്റി റാഗിങ് സ്ക്വാഡിന് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് അവിടെ ഉണ്ടായിരുന്നു എന്ന് അവർക്ക് അറിയില്ല. അവർ ഇങ്ങനെ ആളെ കിട്ടാത്ത സമയത്ത് നിയമം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരുടെയും പേരിൽ കേസെടുക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെയും പേരിൽ ശിക്ഷണ നടപടികൾ എടുക്കുക. അങ്ങനെയാണ് ആൻറ്റി റാഗിങ് സ്ക്വാഡ് എല്ലാവരുടെ പേരിലും ശിക്ഷണ നടപടികൾ എടുക്കാമെന്നാണ് തീരുമാനിച്ചിട്ടാണ് അസിസ്റ്റൻ്റ് വാർഡൻ്റെ ആരൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നതെന്ന് അറിയുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് ഇയേഴ്സ് കുട്ടികളും അതിനകത്ത് പെട്ടത്. 33 പേര് തിരിച്ചെടുത്തു. അതിൽ 2 പേര് സീനിയേഴ്സാണ്.
അവർ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പിന്നെ അസിസ്റ്റന്റ്മാർ ഈ ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ ആൾ ഹെഡ് തന്നെ എനിക്ക് തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ഇനി ഒഴിവാക്കിയത്. ഗവർണർ ആവശ്യപ്പെട്ടൊന്നുമില്ല. ഗവർണർ നമുക്ക് താല്പര്യമില്ല എന്ന് പുള്ളി പറഞ്ഞു. ഇങ്ങനെയുള്ള അതെ അതെ. എന്നിട്ടൊന്നുമില്ല, ഞാനിപ്പോൾ രാജി കൊടുത്തു പോകുന്നു, അത്രയേ ഉള്ളൂ. അതെ അതെ, കാര്യം അത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല, അതുകൊണ്ടാണ്. അല്ല, അതറിയായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുമല്ലല്ലോ. ഞാൻ വിയറ്റ്നാമിൽ പോകാൻ വേണ്ടി ടൂറിന് 2 ലക്ഷം രൂപ കെട്ടിവെച്ച് അത് തിരിച്ചു കിട്ടാത്ത രീതിയിലാണ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കെട്ടിവെച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം വിളിക്കുന്നത് ഗവർണർ ഓഫീസിൽ നിന്ന്, നിങ്ങൾ ചാർജ് എടുക്കണം, നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. കാര്യം ഞാൻ ആ പാനലിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, നിങ്ങൾ ചാർജ് എടുക്കണം, മറ്റേ ആൾ പോവുകയാണ്, അപ്പോൾ നിങ്ങൾ ചാർജ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 ലക്ഷം രൂപയും പോയി. അങ്ങനെ ഇനിയും ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ പേരിൽ പല കേസുകളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയും എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോകും. അതാണ്. ഗവർണർ ഇമോഷണലായിട്ട് തീരുമാനമെടുത്തു, അതായത് നിയമപരമായിട്ട് ശ്രദ്ധിക്കാതെ ഒരു ഇമോഷണലായിട്ടുള്ള തീരുമാനങ്ങളാണെന്നാണോ എന്ന് ഞാൻ പറയുന്നില്ല. ഗവർണർക്ക് ഗവർണറുടേതായ അധികാരങ്ങളുണ്ട്, വി സിക്ക് വി സിയുടേതായ അധികാരങ്ങളുണ്ട്. എനിക്ക് എൻ്റെ അധികാരപരിധിയിലുള്ളൊരു സംഭവമായതുകൊണ്ടാണ് ഞാനത് എക്സോണറേറ്റ് ചെയ്തത്. കാര്യം അവർ ഇപ്പോൾ ഗവർണറുടെ അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ചെയ്യാൻ പാടില്ലെങ്കിൽ അത് തിരുത്തി, അത്രയേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങൾക്കറിയാവുന്ന സംഭവങ്ങളല്ലേ, രാഷ്ട്രീയമൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്, നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ കാരണം ഒരു രാഷ്ട്രീയം അതിനകത്തില്ല. കാര്യം ആ കുട്ടികളുടെ രാഷ്ട്രീയം അവർക്കുണ്ടോയെന്ന് തന്നെ അറിയില്ല. കാര്യം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിന് എന്ത് രാഷ്ട്രീയമാണ്. അപ്പോൾ അതിനകത്ത് അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല. അവിടെ അങ്ങനെ അബദ്ധവശാൽ അവർ പെട്ടുപോയി. അപ്പോൾ അത് വളരെ ഒരു ജെനുവിനായിട്ട് എനിക്ക് തോന്നി. കാര്യം അവരെ ആവശ്യമില്ലാതെ, പിന്നെ അതല്ല, അവർക്ക് ആ ഒരു ഓർഡർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതാണ് തെറ്റ്. ഓർഡർ സെർവ് ചെയ്യാതെ ഒരു ആക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് അന്ന് ആ ഓർഡർ പിൻവലിക്കാനുണ്ട, അതവരെ എക്സോണറേറ്റ് ചെയ്യാനുണ്ടായ കാരണം. ഈ സസ്പെൻഷൻ പിൻവലിച്ച നടപടിയെ പൂർണ്ണമായും VC അതിൽ ഉറച്ചു നിൽക്കുന്നത് ശരിയായിരുന്നു അല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞില്ല. അത് ഇതിൻ്റെ VCയുടെ അധികാര പരിധിയിൽ അപ്പലേറ്റ് അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ ശരിക്ക് അപഗ്രഥിച്ച് നോക്കിയിട്ട് അത് ശരിയാണെന്ന് തോന്നിയിട്ടാണ് ഞാനത് അവരെന്നെ ശിക്ഷണ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയത്. അതിൽ 2 കാരണം ഞാൻ പറഞ്ഞില്ലേ. ഒന്ന്, അവർക്ക് ഒരു ഓർഡർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ശിക്ഷണ നടപടികൾ മറ്റേ പ്രായോഗത്തിൽ വരുത്തുമ്പോൾ ഓർഡർ സെർവ് ചെയ്യാത്തത് തന്നെ നമ്മുടെ ഭാഗത്തുനിന്നൊരു തെറ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇനി അത് തന്നെ കുട്ടികൾ പോയി ഒരു കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്താണ് തെറ്റ്. ഇപ്പം തന്നെ 2 കുട്ടികൾ കോടതിയിൽ പോയി, അവർക്ക് അനുകൂലമായിട്ടാണ് വിധി ഉണ്ടായത്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ കുട്ടികളും അന്ന് കോടതി പോകുമായിരുന്നെങ്കിൽ നമുക്ക് എതിരായിട്ട് വിധി വരും എന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓർഡർ സെർവ് ചെയ്തിട്ടില്ല. ഓർഡർ സെർവ് ചെയ്യുന്നതിന് മുന്നേ അവരെന്നെ ക്ലാസ്സിൽ കയറ്റാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിയമപരമായിട്ട് നിലനിൽക്കുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് അന്ന് തോന്നിയത്. അതുകൊണ്ടാണ്. പിന്നെ ഒരു ഫസ്റ്റ് ഇയേഴ്സാണ്, അവരെന്തായാലും റാഗ് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തിലാണ് അതങ്ങനെ ചെയ്തത്. അത് ഞാൻ ഡീനോടൊക്കെ ചോദിച്ചിരുന്നു. മറ്റേ ഇവരുടെ രജിസ്ട്രാർ ആ സമയത്തുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ചർച്ച ചെയ്തിട്ടാണ് അങ്ങനെ തീരുമാനിച്ചത്. രാജിവെക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടില്ല. ഗവർണർ ഈ ഓർഡർ തിരുത്തണമെന്ന് പറഞ്ഞു. ഓർഡർ തിരുത്തി പിന്നെ ഇങ്ങനെയുള്ള ആളുകളെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാജി കൊടുത്തു, അത്രയേ ഉള്ളൂ. അതെ അതെ. അതുണ്ടല്ലോ VCയുടെ അധികാരം. VCയുടെ എന്താ അധികാരം? അത് ഉണ്ട്. അത് ഞാൻ തന്നെയാണ് നടപടി റദ്ദാക്കിയത്. അത് ഗവർണർ പറഞ്ഞിട്ട്, ഗവർണർ എഴുതി തന്നിരുന്നു അത് റദ്ദാക്കണമെന്ന്. അപ്പോൾ ഞാൻ തന്നെയാണ് റദ്ദാക്കിയത്.
സാറിന്റെ ഓർഡർ ഡീൻ എല്ലാം റദ്ദാക്കിയത് സാർ തന്നെയാണ്. എൻ്റെ അല്ല ഓർഡറായിരുന്നു, ഓർഡർ ഡീൻ്റെ ആയിരുന്നു. അത് നമ്മൾ റദ്ദാക്കിയിട്ട് അങ്ങോട്ട് പോകുന്നത്. അതെ, അതിൽ റദ്ദാക്കി കഴിഞ്ഞാൽ മറ്റേ പെട്ടെന്ന്, അതായത് ഒരു ഡീൻ കൊടുക്കുന്ന ഒരു ഓർഡർ പോലെ റദ്ദാക്കിയിട്ട് ഡീൻ്റെ ഓർഡർ ക്യാൻസൽ ചെയ്തു. ഇനി ഫോർമലായിട്ട് ഡീൻ ഓർഡർ ഇടണം, കരി പേരൊക്കെ വെച്ചിട്ട് വിശദമായിട്ട് ഓർഡർ ഡീനാണ് ഇടേണ്ടത്. അതെ, അല്ല അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. നമുക്ക് പറ്റാത്ത സാധനം നമ്മൾ ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. ഗവർണർ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗവർണറല്ല നേരിട്ട് വിളിച്ചത്, മറ്റേ ചീഫ് അഡീഷണൽ സെക്രട്ടറിയാണ് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഗവർണർ സംസാരിച്ചിരുന്നു, കാര്യം ഇത് മോശമായിപ്പോയി, നിങ്ങൾക്ക് അത് ചെയ്യരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. താല്പര്യക്കുറവ്, ഇങ്ങനെയുള്ള ആളുകളായിട്ട് നമുക്ക് ഒത്തുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പിന്നെ പരോക്ഷമായി രാജിവെച്ചോളം പറഞ്ഞു. അറിയിച്ചു. അല്ല, ഇതന്നെയാണ് പറഞ്ഞത്, ഇതൊക്കെ തന്നെ. ലീഗലല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് ആ ഒരു കാര്യം സാറിന്റെ ഭാഗത്തു നിന്ന് ഇപ്പൊ ഈ കുട്ടികളെ 33 പേരെ സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുത്തു. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ഗവർണർക്ക് എന്താ ഈ അതൃപ്തി തോന്നാൻ കാരണമായി വിചാരിക്കുന്നത്? അല്ല, ഗവർണർ അത് തെറ്റാണെന്ന് പറയുന്നു. അപ്പോൾ അതിനകത്ത് ഗവർണർ പറഞ്ഞതനുസരിക്കുന്ന കാര്യം, ഗവർണറാണ് മറ്റേ ചാൻസലർ. അപ്പോൾ ചാൻസലർക്കാണ് കൂടുതൽ അധികാരം. അപ്പോൾ ഗവർണർ വേണ്ടെന്ന് പറഞ്ഞു, ഞാൻ അത് ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ, ഉണ്ടായുള്ളൂ. വിദ്യാർത്ഥികൾ കോടതിയിൽ ചാലഞ്ച് ചെയ്താൽ സാർ ആരുടെ പക്ഷത്ത് നിൽക്കും? ഞാൻ ആരുടെ പക്ഷത്തും നിൽക്കില്ല. കാര്യം അത് കോടതിയല്ലേ തീരുമാനിക്കുന്നത്. കാര്യം ഇപ്പം നമ്മളുടെ പല ഓർഡറുകളും ആർക്ക് വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ പക്ഷം ചേർന്നിട്ട് കാര്യമൊന്നുമില്ല. നിയമം ആരുടെ വശമാണെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. ഇപ്പം തന്നെ 2 കുട്ടികൾ കോടതിയിൽ പോയി, അവരെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു മറ്റേ അപ്പീൽ. അപ്പോൾ ഞാൻ അപ്പീൽ ഞാൻ ആക്ഷൻ എടുത്തില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവരതിൻ്റെ ഇടയ്ക്ക് കോടതിയിൽ പോയി, അവർ ജയിച്ചു. അവരുടെ മറ്റേ ശിക്ഷ പിൻവലിച്ചു. അത്രയാണ്. അപ്പോൾ അത് ആർക്കും കോടതിയിൽ പോകാം. കോടതിയിൽ പോയി ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്സ് നടക്കുന്നത്, അവർക്ക് പിഴവുണ്ടായിട്ടുണ്ടോ? അത് പറയാൻ പറ്റില്ല. കാര്യം ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇൻട്രീം റിപ്പോർട്ടേ കിട്ടിയിട്ടുള്ളൂ. ഫൈനൽ റിപ്പോർട്ട് അവർ ഇതുവരെയായിട്ടും പുറത്ത് വിട്ടിട്ടില്ല. അതറിയില്ല. അതിങ്ങനെ കൂടുതൽ ചർച്ച ചെയ്ത് കൂടുതൽ ആളുകൾ തെളിവായിട്ട് ഒക്കെ വന്നപ്പോൾ അതിങ്ങനെ കൂടുതൽ വിചാരണകൾ നടത്തിയിട്ട്, അല്ല തെളിവെടുപ്പ് നടത്തിയിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല. ഞാൻ വരുന്നവരെയും എനിക്ക് കിട്ടി. വിചാരണയല്ല, എന്താ പറയുക, തെളിവെടുപ്പ് നീണ്ടു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നോ മറ്റോ തരുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഇത് കുടുംബം ആരോപിക്കുന്നതേ പല തെളിവുകളും ഇല്ലാതാക്കാനാണ് ഈ CBI അന്വേഷണമൊക്കെ വഹിക്കുന്നത്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് കരുതാമോ ഈ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്? അല്ല, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം അതൊക്കെ നമ്മുടെ വിഷയമല്ല. ആ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ഇതിൻ്റെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റൊക്കെ വലിയ കാര്യങ്ങളാണ്. അത് അല്ല, അതിനൊരു ഉത്തരം പറഞ്ഞു. കാര്യം കൂടുതൽ ആളുകൾ മറ്റേ ഇങ്ങനെ പരാതിയായിട്ട് വന്നപ്പോൾ അവർക്ക് അതിൻ്റെ തെളിവെടുപ്പ് നടത്തണം. അപ്പോൾ അതുകൊണ്ടാണ് എന്ന് അവർ പറഞ്ഞു. അല്ല, എനിക്ക് വലിയ കാര്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുള്ള സമയത്തല്ല ഇത് നടന്നത്. ഞാനീ ഇവർ കേട്ടുകേൾവി അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ ഒരു ഇൻട്രീം റിപ്പോർട്ടിൽ അവരത് കാരണമൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം ഇന്ന കുട്ടികളെ സസ്പെൻഡ് ചെയ്തു, ഇന്ന കുട്ടികളെ ഡീബാർ ചെയ്തു, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടിയാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അവിടെ പലരും പറയുന്നത് കേട്ടിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. അതിലിപ്പോൾ നമുക്ക് അത് പുറത്ത് പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ല. കാര്യം നമുക്കൊരു എന്താ പറയുക, ശരിയായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാനവിടെ വന്നിട്ട് 20 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ 20 ദിവസം കൊണ്ട് അത്രയധികം കാര്യങ്ങളൊന്നും എനിക്ക് പഴയ കാര്യങ്ങൾ അറിയാനുള്ള ചാൻസ് ഉണ്ടായിട്ടില്ല. കാര്യം ഞാനല്ല ഈ തെളിവെടുപ്പൊക്കെ നടക്കുന്നത്.